ഈ ആശാവർക്കർമാരുടെ സമരം അത് പൂർണ്ണമായും BJP സ്പോൺസർ ചെയ്ത് SUCI നടത്തിക്കൊടുക്കുന്ന ഒരു സമരമാണ്. ആ സമരത്തിന് ആശാവർക്കർമാരുടെ പിന്തുണയൊന്നുമില്ല. നാമമാത്രമായിട്ടുള്ള കുറച്ച് ആശാവർക്കർമാരെ മാത്രമാണ് അവിടെ സംഘടിപ്പിച്ചുള്ളത്. ആ സമരത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന സമീപനവും ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യണം. മാധ്യമങ്ങൾ പറയുന്നത് ഇടതുപക്ഷ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ ആശാവർക്കർമാർക്ക് മിനിമം കൂലി കൊടുക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചു എന്നാണ്. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രിക എന്താണ് എന്ന് അത് വളരെ കൃത്യമായിട്ട് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. ആ കാര്യമൊന്നും കൃത്യമായി വായിക്കാതെ കള്ളം പ്രചരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ താഴെയിറക്കാൻ വേണ്ടി കോൺഗ്രസ്സിന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അവർ മുന്നോട്ട് വെക്കുന്ന സമരവും മുദ്രാവാക്യവുമെല്ലാം പരാജയപ്പെട്ടു പോയപ്പോൾ അവർ വളഞ്ഞ വഴിയിൽ ചില ആളുകളെ രംഗത്തിറക്കി നടത്തുന്ന സമര നാടകമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും BJPയും SUCIയും ജമാഅത്തെ ഇസ്ലാമിയും ഇങ്ങനെയുള്ള കുറച്ച് സംഘടനകളാണ് ഇതിന് പിന്നിലുള്ളത്. ഇതൊന്നും കേരളത്തിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല. ഇവിടെ ആശാവർക്കർമാർക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണെന്നറിയാം. ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കാത്തത് ആരാണ് എന്ന ചോദ്യം ഇവിടെ ശക്തമായി ഉയർത്തണം. ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നാണ് DYFയുടെ അഭിപ്രായം. ആശാവർക്കർമാർക്ക് 25,000 രൂപ കൊടുക്കണം എന്ന അഭിപ്രായം DYFയ്ക്കുണ്ട്. രാജ്യത്തെ CATUവിനുണ്ട്. രാജ്യവ്യാപകമായി CATU ആ വിഷയം മുൻനിർത്തിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി നടത്തേണ്ട യഥാർത്ഥ സമരത്തെ ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായി തിരിച്ചുവിടുന്നത് എന്തിനു വേണ്ടിയാണ്? INTUC ഈ സമരത്തിലുണ്ടോ? എന്തുകൊണ്ട് INTUC ഈ സമരത്തിൽ നിൽക്കാത്തത്? എന്നാൽ BMS ഈ സമരത്തിൽ ഉണ്ട് താൻ. അപ്പോൾ BMS പിന്തുണക്കുന്ന സമരത്തെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പിന്തുണക്കുകയാണ്. INTUC ആ സമരത്തെ പിന്തുണക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആശാവർക്കർമാർ 26,125 ഉണ്ട്. ഇപ്പോൾ അവിടെ സമരത്തിൽ പങ്കെടുക്കുന്ന ആശാവർക്കർമാർ എന്ന് പറഞ്ഞാൽ കേവലം 100-ൽ താഴെയായിരിക്കും. പിന്നെ കുറേ ആളുകൾ അതിൻ്റെ ഭാഗമായിട്ട് SUCIയും മറ്റ് ആളുകളെല്ലാം കൊണ്ട് ഇറക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇത് കേരളത്തിൽ ഒരു പ്രത്യേകതരം കൂട്ടുകെട്ട് രൂപപ്പെടുത്താൻ ആവശ്യമായ നീക്കമാണ് നടത്തുന്നത്. ഇത് കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പിന്തുണയില്ലാത്ത ഒരു സമരമാണ്. ഇത് കൃത്യമായ പദ്ധതി അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന കാര്യമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്.